എന്തൊക്കെയാണ് നിങ്ങൾ ഉന്നയിച്ചത്? എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് മന്ത്രി ഉറപ്പ് നൽകിയത്? നമ്മൾ ആദ്യമായി ഉന്നയിച്ചത് ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. അതിന് സർക്കാർ ഉത്തരവ് ഇറക്കിയെന്ന് പറയുന്നുണ്ട്, മന്ത്രിനെ പറഞ്ഞു. ഒപ്പം തന്നെ നഷ്ടപരിഹാരമാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അടിയന്തരമായി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ താൽക്കാലിക ജീവനക്കാരനാണ് ഈ അച്ചപ്പൻ എന്ന് പറയുന്ന വാച്ചർ. അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച ശേഷം അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫെൻസിംഗ് ആണ്. ഏതാണ്ട് 20 മീറ്റർ സ്ഥലത്തെങ്കിലും ഫെൻസിങ് അടിക്കാട് വെട്ടിത്തെളിച്ച് ഫെൻസിങ് നടത്തണമെന്നുള്ള ആവശ്യം ഏറെ നാളുകളായി ഈ മേഖല ഉയരുന്നതാണ്. പക്ഷേ അതിൽ അടിയന്തര തീരുമാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും പരിഗണിക്കാമെന്നുള്ള ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അതീവ സങ്കടകരമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാരുടെ ഭാഗത്തുനിന്ന്. തൽക്കാലം ഇപ്പോൾ നമുക്ക് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിലേക്കും സംസ്കാരത്തിലേക്കും കടക്കാം, എല്ലാവരും സമ്മതിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇന്ന് തന്നെ നഷ്ടപരിഹാരം കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 ടീമിനെ ഇന്ന് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുകൾ ഇന്ന് സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടി വരും. കാര്യങ്ങൾ കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ സഹകരിച്ചു പോകുന്നതിൽ നമുക്ക് വിരോധമില്ല. കോൺഗ്രസ് നേതാവ് MG ബിജു ആണ് സംസാരിച്ചത്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ഈ വാഗ്ദാനങ്ങളൊക്കെ കൃത്യമായി നടക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇതുമായി സഹകരിക്കും. പക്ഷേ വാഗ്ദാനങ്ങളിൽ നിന്ന് അധികൃതർ പിന്നോട്ട് പോയാൽ വീണ്ടും പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. തൽക്കാലം രാധയുടെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടവും സംസ്കാരവും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. തൊഴിലാളികൾ ഇപ്പോഴും ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങൾ തൽക്കാലം അവസാനിച്ച നിലയാണ് ഉള്ളത്. എന്താണെങ്കിലും തൽക്കാലത്തേക്ക് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇവിടെ ഈ എസ്റ്റേറ്റ് ഓഫീസിലുണ്ടായ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. രതീഷ്.